ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വർക്കൗട്ട് ചെയ്തുവാണ്. അതായത് സിമ്പിളായിട്ടുള്ള കുറച്ച് വർക്കൗട്ട് ചെയ്യുകയാണ്. നമ്മൾ അധികം വർക്കൗട്ട്സ് ഒന്നും ചെയ്യുന്നില്ല, വളരെ കുറഞ്ഞ നമ്പറേ നമ്മൾ ചെയ്തു പോകുന്നുള്ളൂ. പക്ഷേ ഇന്ന് ചെയ്യുന്ന വർക്കൗട്ട്സിൽ നമ്മൾ ഏകദേശം ഒരു 40 സെക്കൻഡ് വർക്കിംഗ് ടൈമും അതേപോലെ തന്നെ 50 സെക്കൻഡ് റെസ്റ്റുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോഴും മാക്സിമം നിങ്ങളൊരു ടൈമർ വെച്ച് ചെയ്യുക. അതായത് ഡെയിലി നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിലാണെങ്കിൽ ഒരു ടൈമറൊക്കെ വെച്ച് ചെയ്യുക. അപ്പോൾ ഓരോന്നിനും കൃത്യമായിട്ടൊരു കണക്കുണ്ടാവും. നമ്മൾ അധികം റെസ്റ്റിംഗ് ടൈമും കാര്യങ്ങളൊന്നും എടുക്കില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യുന്നതാണ്, നിങ്ങളുടെ വർക്കൗട്ടിൻ്റെ കൂടെ ചെയ്യാവുന്നതാണ്. ഇടയ്ക്ക് ഇങ്ങനെയുള്ള വർക്കൗട്ട്സിലൂടെ ഒന്ന് കടന്നു പോകുന്നത്, കാരണം നമ്മൾ ഡെയിലി ഒരേ വർക്കൗട്ടും ഒരേ രീതികളും ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ റിസൾട്ടിനെ അത് ബാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വെയിറ്റ് ലോസും അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ്സൊക്കെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൂടെ കടന്നു പോകണം കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ബോഡി വെയിറ്റ് കുറയ്ക്കാനാണെങ്കിലും അല്ലെങ്കിൽ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനാണെങ്കിലും ഒക്കെ ട്രൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഡയറ്റ് കൂടി ഫോളോ ചെയ്യണം. കാരണം വർക്കൗട്ട് ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് റിസൾട്ട് എത്താൻ സാധിക്കില്ല. ഒരു ഡയറ്റ് കൂടി ഉണ്ടെങ്കിലാണ് നമുക്കൊരു 50-50 ഒരു പെർസെൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കറക്റ്റായിട്ടിലേക്ക് എത്താൻ വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡയറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞു പോയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കുറച്ച് ഡയറ്റ് പ്ലാൻസിന് ലിങ്ക് ഒക്കെ കൊടുക്കുന്നത്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, സൈഡ് പ്ലാങ്ക് വിത്ത് റൈസ് ചെയ്യുക. അതായത് പ്ലാങ്ക് നമ്മൾ നോർമലി ചെയ്യാറുള്ളതാണല്ലോ. സൈഡ് പ്ലാങ്കിൽ നിന്നിട്ട് നമുക്ക് റൈസ് ചെയ്ത് കൊടുക്കുക, ഹിപ്പ് നന്നായിട്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ആംഗിളിൽ നിൽക്കുക, ഒരേ ലെവലിൽ. ഹിപ്പ് നന്നായിട്ട് മുകളിലേക്കും താഴേക്കും. ബോഡിയിലുണ്ടാകുന്ന മാറ്റം അറിയുക, നമ്മുടെ ഹിപ്പിൻ്റെ സൈഡ് വലിയുന്നത് അറിയുക. മാക്സിമം മുകളിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. ഈ ഫുൾ ബോഡി നിങ്ങളെ കൺട്രോളിലായിരിക്കണം കേട്ടോ, സ്റ്റഡി ആയിട്ട്.
പൊന്തണം, ബോഡി ട്വിസ്റ്റ് ചെയ്യണം. മാക്സിമം ട്വിസ്റ്റ് ചെയ്താൽ അത്രയും നല്ലതാണ് ബോഡി. ഓരോ പ്രാവശ്യം പൊന്തിക്കുമ്പോഴും ബ്രീത്ത് ഔട്ട് ചെയ്തോ. ഓക്കെ, നമുക്ക് മൗണ്ടൻ ക്ലൈമ്പിൻ്റെ സൈഡ് ചെയ്യാം. 1 2 3 4. കാലിങ്ങനെ പൊന്തട്ടോ മാക്സിമം. സൈഡിലേക്കാണ്, താഴേക്കല്ല. മാക്സിമം മേലേക്ക്. ട്വിസ്റ്റ് ചെയ്യുക, ബോഡി റോൾ ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ബോഡി മാത്രം കേട്ടോ, അപ്പർ ബോഡി അവിടെ നിന്നോട്ടെ. ലോവർ ബോഡി ശരിക്കും ഇങ്ങനെ റോൾ ചെയ്യുക. ഫ്ലോറിൽ മുട്ടിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ടൈമിങ്ങിൻ്റെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക. എല്ലാ വർക്കൗട്ടും ചെയ്യുമ്പോൾ ടൈമർ വെച്ച് ചെയ്തോളൂ കേട്ടോ. പെട്ടെന്ന് നമ്മളെ സ്ട്രെങ്ത്തും കപ്പാസിറ്റിയും ഒക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും, റിസൾട്ടും. ഓക്കെ, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം പറഞ്ഞു പോയതാണ്. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും കാണാം.